ഹലോ ഗായ്സ്, അപ്പോൾ ഫുട്ബോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസ് ഏതൊക്കെ പ്ലെയറിനെ നിലനിർത്തി, ഏതൊക്കെ പ്ലെയറിനെ കൊണ്ടുവന്നു, ഏതൊക്കെ രാജ്യത്തിൽ നിന്ന് കൊണ്ടുവന്നു എന്നാണ് ഞങ്ങൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഫസ്റ്റ് അവർ 2 പ്ലെയറിനാണ് നിലനിർത്തിയത്. അതിൽ ഒരു പ്ലെയറാണ് ദിമിത്രിയോസ് പെട്ടറ്റോസ് എന്ന് പറയുന്ന താരം. 2 സീസണായി മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസിനെ വരച്ചെടുക്കുകയാണ് ദിമിത്രിയോസ് പെട്ടറ്റോസ്. രണ്ടാമത്തെ പ്ലെയർ നിങ്ങൾ നിരീക്കുന്നത് പോലെ അവൻ തന്നെ, ഓസ്ട്രേലിയൻ ഫോർവേഡ് ജെയ്സൺ കമ്മിൻസ്. മുന്നത്തെ മുംബൈ സിറ്റീൻ്റെ ഒക്കെ ഫൈനലിൽ അടുക്കും ഗോളടിക്കാൻ പ്ലെയറിന് കഴിഞ്ഞു. മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസിക്ക് ഒരു ഷീൽഡ് നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിന്നെ പുതിയ സൈന് വന്നത് മുന്നത്തെ കൊല്ലം മുംബൈ സിറ്റി FC-യിലുണ്ടായ 2 കൊല്ലം ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗ് കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള താരം, പേര് ഗ്രേസ് സ്റ്റുവർട്ട്. മുന്നത്തെ കൊല്ലം പാതിന്ന് മുംബൈ I ലീഗിലേക്കാണ് അദ്ദേഹം പോയത്. ഗ്രേസ് സ്റ്റുവർട്ടിനെ ഇത്തവണ മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസ് 21 ഗോളും 21 അസിസ്റ്റും 42 ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയ പ്ലെയർ ഇത്തവണ മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസിനോടൊപ്പം. പിന്നെ അടുത്ത സൈനിങ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ മിന്നും പ്രകടനം, എതിരിലേക്ക് ചാട്ടം ചാടാൻ കൽപ്പുള്ള താരം ജെമൻ മക്ലെയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വാട്ട് എ ഇമ്പോർട്ടൻറ്റ് സൈനിങ് ഫോർ മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസ്. ഇന്ന് അടുക്കി വരക്കും മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസ്. ദിമിത്രിയോസ് പെട്ടറ്റോസ്, ഗ്രേസ് സ്റ്റുവർട്ട്, ജെയ്സൺ കമ്മിൻസ്, ജെമൻ മക്ലെയർ, ഈ 4 താരങ്ങൾ എതിർ കളിക്കുമ്പോൾ മറ്റ് ടീമുകളൊന്നും മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസിനെ വെറുക്കും. മിന്നും ഫോർവേഡുകൾ. പിന്നെ മധ്യനിരയിലേക്ക് വന്നാൽ ഡിഫിൽ, ഇംഗ്ലണ്ട് സൂപ്പർ താരം, 33 വയസ്സ് പ്രായമുള്ള ടോമി ആൾട്ടർ. പിന്നെ ഞാൻ അടുത്ത ഡിഫൻഡറിനെ പറയട്ടെ. മധ്യനിരയിൽ ചാട്ടം ചാടാൻ 31-കാരൻ ആൽബർട്ടോ റോഡ്രിഗർ. ഇദ്ദേഹത്തിനെ പറയാൻ വാക്കുകളില്ല. അത്രക്കും മികച്ചായി ഡിഫൻഡർ കളിക്കുന്ന ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിലില്ല. ഈ ടീം കൊണ്ട് മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസ് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിന് ബൂട്ട് കെട്ടുമ്പോൾ എതിർ ടീമുകൾ ഒന്ന് വയ്ക്കും ഈ മോഹൻ പ്രതാപ് സൂപ്പർ ജയൻസിനെ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. എന്തായാലും സബ്സ്ക്രൈബ് ആക്കണേ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്തും നഷ്ടപ്പെടാനില്ല, നമുക്കൊരു ഉപകാരമായി കിട്ടുന്ന അടുത്ത വീഡിയോയുമായി വരാതെ ബൈ ബൈ.